പാർട്ടി നടപടിയില്ല എങ്കിലും ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം സജീവമാക്കി നിലനിർത്താൻ പ്രതിപക്ഷം. കോൺഗ്രസ് ബി.ജെ.പി. ബന്ധം ആരോപിക്കുന്ന ഇടതുപക്ഷത്തെ തിരിച്ചടിക്കാനുള്ള വടിയായാണ് വിഷയത്തെ കോൺഗ്രസ് കാണുന്നത്. ഇ.പി. ജയരാജനെതിരെ നടപടിയെടുക്കാത്തത് പിണറായിയെ രക്ഷിക്കാനാണെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ ആരോപിച്ചു. അഴിമതി കൊട്ടാരമാണ് CPM എന്നും ജയരാജനെ തൊട്ടാൽ കത്തുമെന്നും കെ. സുധാകരൻ പറഞ്ഞു. പിണറായി വിജയന് ഇ.പി. ജയരാജനെ ഭയമാണെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPM-ൻ്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, ഇന്നലെ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയത്? ഒരു നടപടി ഉണ്ടാവില്ല. പിണറായി വിജയൻ ഇ.പി. ജയരാജനെ ഭയമാണ്. ഒരു നടപടി ഉണ്ടാവില്ല. അദ്ദേഹം ഇന്നലെ എൻ്റെ വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേകവരെ പോലെയാണ് ഇന്നലെ ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, സെഞ്ചുറി അടിച്ച ബാറ്റ്സ്മാനെ പോലെയാണ്, ബാറ്ററെ പോലെയാണ് ഇ.പി. ജയരാജൻ പോകുന്നത് എന്നാണ് കെ. സുധാകരൻ വിലയിരുത്തുന്നത്. പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുക തന്നെയാണ്. അതായത് കെ. സുധാകരനെതിരെ നിരന്തരം CPM ഉന്നയിക്കുന്ന ആക്ഷേപം തിരിച്ചു കൊടുക്കുക. അതിനുള്ളൊരു വീണ് കിട്ടിയ ആയുധമായി തന്നെയാണ് നികേഷ് കോൺഗ്രസും UDF-ഉം ഈ വിഷയത്തെ കാണുന്നത്. കാരണം പലപ്പോഴും കോൺഗ്രസിന് മൃദുഹിന്ദുത്വ നിലപാടാണ്. കോൺഗ്രസ് നേതാക്കൾ RSSലേക്ക് പോകുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഏത് നിമിഷവും RSSലേക്ക് പോകും എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ വിശ്വാസ്യത തകർക്കാനും ആ വിധത്തിലൂടെ ന്യൂനപക്ഷ പിന്തുണ ആർജിക്കാനും ഇടതുപക്ഷം CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ട്. അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ നോക്കിയിട്ടും പലപ്പോഴും ആ പ്രതിരോധം പാളുന്ന സാഹചര്യമായിരുന്നു UDF-നും കോൺഗ്രസിനും മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വഴിയായി തന്നെയാണ് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയത്തെ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. അതിൽ നിയമ നടപടിയിലൂടെ പ്രതിരോധം തീർക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചെങ്കിലും CPM തീരുമാനിച്ചെങ്കിലും ഇ.പി. ജയരാജൻ അതിന് തയ്യാറായ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് പിന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ MP ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇ.പിക്ക് നൽകിയത്. എന്ന് മാത്രമല്ല, പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ എതിരാളികളുമായുള്ള കൂടിക്കാഴ്ച കൊണ്ട് തകർന്നു പോകുന്ന പ്രത്യയശാസ്ത്രമല്ല ഇടതുപക്ഷത്തിൻ്റെത്, കമ്മ്യൂണിസത്തിൻ്റെത് എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ മറ്റു ചേരിയിലുള്ള നേതാക്കളെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത്. പക്ഷേ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച ഉൾപ്പെടെ ആയുധമാക്കി ഇടതുപക്ഷം ഈ വിധത്തിലൊരു പിന്നോട്ട് പോക്ക് നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ വിഷയം ഉയർത്തി പരമാവധി പ്രതിരോധിക്കാനും ഇടതുമുന്നണിക്ക് തിരിച്ചടി നൽകാനും തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് UDF-ൻ്റെ തീരുമാനം. അത് ആ അർത്ഥത്തിൽ വിനിയോഗിക്കുകയും ചെയ്യും. ഇനിയുള്ള ദിവസങ്ങളിലും ഇ.പി. ജയരാജനെയും അതിലൂടെ തന്നെ മുഖ്യമന്ത്രിയെയും പരമാവധി പ്രതിരോധത്തിലാക്കുക. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ പലപ്പോഴായി സംസ്ഥാനത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്, പല കേസുകളും അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്തായി എന്നൊരു ചോദ്യം സ്വർണ്ണക്കടത്ത് മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മാസപ്പടി വിവാദത്തിലും അത് തന്നെയായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളത് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനവർ പറയുന്നത് കൃത്യമായ ഒരു രഹസ്യ ബന്ധം, ഒരു രഹസ്യ ഡീല് RSS-ഉം BJP-യും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കേന്ദ്ര സർക്കാരുമായി BJP നേതൃത്വവുമായി RSS നേതൃത്വവുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ കൂടിക്കാഴ്ചകളും ഇ.പി. ജയരാജൻ്റെ BJP നേതൃത്വവുമായുള്ള ചർച്ചകളുമെന്ന് പ്രതിപക്ഷം വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ വരുത്തി തീർക്കാനും ശ്രമിക്കുന്നു. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് പിണറായിക്ക് വേണ്ടിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. UDF-ന്റെ നീക്കം രാഷ്ട്രീയമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാനാകും.